മുസ്ലിം ലീഗ് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് RSSും BJPയും എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു മുസ്ലിം വേർഷനായിട്ടേ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഞങ്ങളോട് ഇടഞ്ഞു നിന്നാൽ പള്ളികളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് പോകേണ്ടി വരും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മുസ്ലിം ലീഗ് രാഷ്ട്രീയം കേവലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, മതമേഖലയിലേക്ക് കൂടി ഞങ്ങളുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇനി ഞങ്ങൾക്ക് കീഴൊതുങ്ങി നിൽക്കണം. സത്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഖാലി സ്ഥാനം അലങ്കരിക്കുന്നത് പോലും തെറ്റായ ചില സന്ദേശങ്ങൾ ഭാവിയിൽ നൽകും. മുൻകാലങ്ങളിലൊന്നും അതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ഖാലി സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഖാലി എന്ന് പറഞ്ഞാൽ മതവിധി ഒരു കാര്യത്തിൽ നൽകേണ്ട ആളുകളാണ്. അപ്പോൾ അവർ പണ്ഡിതന്മാരായിരിക്കണം. അതായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ശിഹാബ് തങ്ങളായാലും ഹൈദർലി ശിഹാബ് തങ്ങളായാലും ഉമർലി ശിഹാബ് തങ്ങളായാലും എല്ലാം തന്നെ അവരെല്ലാം തന്നെ പണ്ഡിതന്മാരായിരുന്നു. പക്ഷേ എന്നാൽ പുതിയ ഖാലിമാരായിട്ട് വരുന്നവരിൽ പലരും മതവിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരല്ല. അവർക്ക് ഒരു മതവിധി കൊടുക്കാനുള്ള ശേഷിയോ പ്രാപ്തിയോ ഉണ്ട് എന്ന് കരുതുന്നില്ല. അപ്പോൾ ലീഗ് നേതാക്കന്മാരായി എന്നുള്ളത് കൊണ്ട് മാത്രം ഖാലി സ്ഥാനത്ത് വരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് അവരാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം ഞാൻ ഒരു പോസ്റ്റിലേക്ക് പറ്റൂലേ എന്ന് തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്. എന്നെ ഏതെങ്കിലും മതപരമായ സ്പിരിച്വലായിട്ടുള്ള ഒരു കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചാൽ ഞാൻ ഒരിക്കലും അത് ഏറ്റെടുക്കില്ല. കാരണം അതിന് ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദാറ്റ്. ഞാനതിന് യോഗ്യനല്ല. ആ ഒരു വിചാരം അവരവർക്കാണ്, ഇത് ഏറ്റെടുക്കുന്ന ആളുകൾക്കാണ് വേണ്ടത്. അപ്പോൾ ഖാലി സ്ഥാനം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായി എന്നുള്ളത് കൊണ്ട് മാത്രം ലഭിക്കുന്നത് നിരസിച്ചുകൊണ്ട് മാതൃക കാണിക്കാനാണ്. അതിന് യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. പണ്ഡിതന്മാരെ മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നുമൊക്കെ പുറത്താക്കി ജഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ മണ്ടന്മാരെയാണോ അവർ ആ സ്ഥാനത്ത് ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഇനി നാട്ടിലൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത് പള്ളികളിലെ ഇമാമുമാർ, അതത് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വാർഡ് ലീഗിൻ്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ അങ്ങനെ ആയി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഖാലിമാർ ലീഗുകാരായതുകൊണ്ട് ആ പള്ളികളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട ശാഖകളിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ ഇമാമുമാരായിട്ടും മുക്രിമാരായിട്ടും ബാങ്ക് കൊടുക്കുന്നവരായിട്ടും നിയമിക്കാനുള്ള പരിപാടിയാണോ ഈ പണ്ഡിതന്മാരെ മുഴുവൻ മദ്രസകളിൽ നിന്നും പള്ളികളിൽ നിന്നും പുറത്താക്കി ലീഗ് നേതൃത്വം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? സമസ്യയിൽ അടിയുറച്ചു നിൽക്കണമെന്ന് പ്രവർത്തകരോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടേക്കാം, ആദർശം കൈവിടരുത്. ലീഗിനെതിരെ സംസാരിച്ച മദ്രസ അധ്യാപകനെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതികരണം. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് അങ്ങനെ അവർക്ക് പല ബുദ്ധിമുട്ടുകളോ അതിലേക്ക് ബുദ്ധിമുട്ടും ദുനിയാവ് അങ്ങനെ തന്നെ വരും. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നില്ല, അത് കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മിഹ്റാബ് ഗ്രൂപ്പിലെ ഉസ്താദുമാരെ, ഒരു വിഷമകരമായൊരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. എനിക്ക് വിഷമമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇത് ദുരന്തപൂർണമായി നമ്മുടെ മഹല്ലുകളിലൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ റമദാന് മുമ്പ് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തിരുന്നൊരു ടിക്കറ്റിൽ ഞങ്ങളൊരു 10-25 പേര് യാത്ര ചെയ്തിരുന്നു. ആ യാത്ര ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വോട്ടർമാരുണ്ട്, അല്ലാത്തവർ പിന്നെ കുട്ടികളായിട്ടാണ് കൂടുതലുണ്ടായിരുന്നത്, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഒരു മഹലിൽ നിന്നൊരു 6 പേരുണ്ടായിരുന്നു. ആ 6 പേരിൽ 2 ആളുകൾക്ക് വോട്ടും കൂടി ഇല്ല. അങ്ങനത്തെ ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു യാത്രയിലായിരുന്നു. ഞാൻ പുതിയങ്ങാടിയിലെ പുതിയ വളപ്പിലെ
ഖത്തീബായിട്ട് 20 വർഷത്തോളമായി സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഇന്ന് ഞാൻ മെഹ്റാബിലേക്ക് മെമ്പർമേലേക്ക് കയറാൻ വേണ്ടി മുക്കരി മാഷർ വിളിച്ച് കയറുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഒരു ലീഗിൻ്റെ വലിയ ഒരു ആൾ അവിടെ വെച്ചുകൊണ്ട് ഖത്തീബെ നിങ്ങൾ സ്റ്റേജ് മെമ്പർമ കയറാൻ പറ്റൂല, നിങ്ങൾ പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉംറക്ക് പോയ ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വിടൂല എന്ന് പറഞ്ഞിട്ട് എന്താക്കി അവിടെ വെച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ ഞാൻ ഈ മറ്റുള്ള ആളുകളുടെ നിസ്കാരം ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ നേരെ മെമ്പർമൽ കയറി ഖുതുബ ഓതി നിസ്കാരം കഴിഞ്ഞു. ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഗൗരവമായിട്ട് സംസാരിച്ചു. കാരണം RSSകാർ പോലും നിസ്കാരം മുടക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരാറില്ല. പക്ഷേ ഞാൻ സാധാ ഒറിജിനൽ മുസ്ലിം ലീഗുകാരനാണ്. പണ്ട് മുതലേ മുസ്ലിം ലീഗിൻ്റെ ശാഖയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലുമൊക്കെ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. വോട്ട് ലിസ്റ്റ് ചേർക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിലും സജീവമായിട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ്. അതുപോലെ തന്നെ KMCCയുടെയും അതുപോലെ മറ്റുള്ള റിലീഫ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവനും വർഷങ്ങളോളമായി ചന്ദ്രികാ പത്രം എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. പിന്നീട് സുപ്രഭാതം വന്നതിന് ശേഷം ചന്ദ്രികാ പത്രം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയും സുപ്രഭാതവും ഒരുപാട് കാലം ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇപ്പോഴും അൽഹംദുലില്ലാ ഇന്ന് ഞാൻ എൻ്റെ മഹലിൽ നിന്ന് ഞാൻ 20 വർഷത്തോ സേവനത്തിൻ്റെ ഇടയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നോട് ഈ ഒരു സാമൂഹിക മധ്യത്തിനിടയിൽ ഈ ഒരു വിഷയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിങ്ങളോട് സലാം പറഞ്ഞിട്ട് എന്താക്കിയിട്ടുണ്ട്, ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ഈ വിഷയം പറയുന്നു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ വിഷയങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. കാരണം ഞാൻ ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രമേ പോവാറുള്ളൂ. അവിടെ ചെറിയ ശമ്പളമാണ് കിട്ടാറുള്ളത്. ചിലപ്പോൾ എൻ്റെ കാറിൻ്റെ എണ്ണ അടിച്ച പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കാലയളവുകളിൽ അവരിൽ നിന്ന് ഒരു അനധികൃതമായിട്ടുള്ള ഒരു ഫണ്ടും ഞാൻ പിരിച്ചിട്ടോ അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥനകളോ മറ്റോ ഒന്നും നടത്തിയിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് സമയത്തും ഇറങ്ങി വരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവൻ തന്നെയാണ്. പക്ഷേ ഇതുപോലെ പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാർക്ക് നേരെ ഇങ്ങനെയുള്ള മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആളുകൾ തന്നെ ചില ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആഴ്ചകളായി എന്നെ അവിടെ നിന്ന് പിന്തുടരാൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആളുകൾ ചർച്ച നടത്തിയെന്നും അതുപോലെ തന്നെ പിന്നെ ഈ 20 വർഷം വരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ റമദാനിൽ ഉൾപ്പെടെ മുഴുവൻ ദിവസവും എൻ്റെ കൂടെ പിന്നിൽ നിന്ന ആളുകൾ തന്നെ അവസാനം വോട്ടിങ്ങിന് ശേഷം എൻ്റെ തുടരാൻ പറ്റൂല എന്നും അതുപോലെ തന്നെ ഇയാൾ പിന്നെ നിൽക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ഇന്ന് 1ാമത്തെ സഫിൽ വന്ന് നിൽക്കുകയും അവസാനം ഇവൻ ജമാഅത്തിന് സമയത്ത് അവൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അവന് ഖുതുബക്ക് നിന്നിട്ടുമില്ല, അവൻ നിസ്കരിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. സത്യത്തിൽ ഇത് ഒരു RSSകാരനാണെങ്കിൽ അവൻ ഒരിക്കലും തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആരാധന മുടക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു മുസ്ലിമായ ഒരു സഹോദരൻ എന്ന പേരിൽ വെച്ച് ഇതേ മനുഷ്യൻ തന്നെയാണ് തൊട്ട് മുമ്പത്തെ മാസം കേന്ദ്രത്തിലുള്ള ജമാഅത്ത് പള്ളിയിൽ വെച്ച് അവിടുത്തെ ഖത്തീബിനെയും ഇതേപോലെ മറ്റൊരു ആക്ഷേപം, കാരണം വെച്ചാൽ ഇവർക്ക് കമ്മിറ്റിക്ക് അനുയോജ്യമായ കമ്മിറ്റി വരാത്തത് എന്നുള്ള കാരണം പറഞ്ഞിട്ട് അയാളെയും പിന്നെ അസഭ്യം പറഞ്ഞിട്ട് ഒഴിവാക്കി എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ സത്യത്തിൽ ഒരു ഉസ്താദുമാർക്കെതിരെ മാത്രം നിൽക്കുന്ന ഇങ്ങനത്തെ ഒരുപാട് ടീമുകൾ ഉണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് ആശങ്കയൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരുപാട് ഉസ്താദുമാർക്ക് ജോലിയില്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ മഹല്ലുകളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാവണമെന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തുൽ ഉലമ ഈ വിഷയത്തിൽ ഗൗരവപൂർണമായൊരു പിന്തുണകൾ ഉസ്താദുമാർക്ക് ഉണ്ടാവണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അബ്ദുൽ ഹക്കീം ദാരിമി മയ്യിൽ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله
ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين املأ قلبي باليقين الله الله ثبتني على هذا الدين الله City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ
സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. City Gold, Gold and Diamonds, Kerala and Karnataka. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും